തവാഫിൻ്റെ വേളയിൽ ഉളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉളു എടുക്കുമ്പോൾ ഈ തല മക്കനയുടെ മുകളിൽ തടവിയാൽ മതിയോ എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ സോക്സിന്മേൽ തടവിയാൽ മതിയോ എന്നാണ് ചോദ്യം. അവിടെ മനസ്സിലാക്കേണ്ടത് തവാഫ് ചെയ്യുമ്പോൾ ഉളു അനിവാര്യമാണ് എന്ന അഭിപ്രായം തന്നെയാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. തവാഫ് ചെയ്യുമ്പോൾ ഉളു വേണം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഹജ്ജിൻ്റെ സമയത്തൊക്കെ സീസണിലൊക്കെ ഒരാൾക്ക് ഉളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പുറത്ത് പോയി ബാത്റൂമിൽ പോയി ഉളു എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ അതിന് സമയമെടുക്കും. തിക്കും തിരക്കും മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് ഉള്ള ഒരു മാർഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഉളു മാത്രം എടുക്കുക പള്ളിയുടെ അകത്ത് വെച്ച് എന്ന്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പള്ളിക്കകത്ത് അങ്ങനെ ഒരു സൗകര്യം ഇല്ല എങ്കിൽ നമസ്കരിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തി ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലം, ആ വെള്ളം സംസം വെള്ളമായിരിക്കും, ആ വെള്ളം എടുത്ത് ഉളു ഉണ്ടാക്കുക. സംസം വെള്ളമായതുകൊണ്ട് ഉളു ഉണ്ടാക്കൽ തടസ്സം എന്നല്ല പറഞ്ഞത്, മറിച്ച് വെള്ളം കുടിക്കേണ്ട ഭാഗത്ത് വെള്ളം കുടിക്കാനുള്ള സൗകര്യമാണ്, അത് ഉളു എടുക്കാനല്ല, മൂത്രമൊഴിക്കാനുള്ളതല്ല. അപ്പോൾ എന്തിനാണോ സൗകര്യമുള്ളത് ആ സൗകര്യമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഉളു എടുക്കാൻ അതിൻ്റേതായ സ്ഥലത്തേക്ക് തന്നെ പോകണം. ശുദ്ധിയും വൃത്തിയുമൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. തൻ്റെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, അവർക്ക് മറ്റുള്ള ആളുകൾക്ക് പ്രയാസം വരുത്തി വെക്കരുത്. അപ്പോൾ പള്ളിക്കകത്ത് അങ്ങനെ ഉളു എടുക്കാൻ ഒരു സൗകര്യമുണ്ട് എങ്കിൽ സ്വാഭാവികമായും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുമിച്ച് ഉളു എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കുകയില്ല. തവാഫ് ചെയ്യുന്ന ഒരുമിച്ചാണെങ്കിലും ഉളു എടുക്കാൻ സ്ത്രീക്കും പുരുഷനും ഒരേപോലുള്ളൊരു ഏരിയ ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ചോദ്യത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു ഏരിയ ഉണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്വാഭാവികമായും അവരുടെ അന്യപുരുഷന്മാർ ഉള്ള സ്ഥലത്ത് അവറത്ത് ഒളിവാക്കാൻ പാടില്ല. ഏതായിരുന്നാലും കാല് കഴുകുക തന്നെയാണ് വേണ്ടത്, കാല് തടവുകയല്ല. കാരണം വെള്ളം ഉണ്ട്, ഉളു എടുക്കാൻ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും ഈ ചോദ്യം ചോദിച്ച പോലെ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഉളു എടുക്കാൻ സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ പോകണം. എത്ര പ്രയാസം ഉണ്ടായിരുന്നാലും ശരി, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതേപോലെ തന്നെ അവിടെ വെള്ളം കുടിക്കേണ്ട സ്ഥലത്ത് പോയി എന്ത് ചെയ്യരുത്, ഉളു എടുക്കരുത്. സ്വാഭാവികമായും അങ്ങനെ പള്ളിക്കകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ട് എങ്കിൽ അത് ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു ഏരിയ ആകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. സ്ത്രീകളുടെ മാത്രം ഏരിയ ആണ് എങ്കിൽ പിന്നെ പ്രശ്നവുമില്ല, അവർക്ക് എങ്ങനെയും ഉളു എടുക്കാമല്ലോ.